ഗൈസ്, നിങ്ങൾ ജർമ്മനി നോക്കണ്ട, ജർമ്മനി നിർത്തി. 2026 ഹൗസ് ബിൽഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അല്ലാണ്ട് ഇവിടെ എന്തോ സ്വർഗവാസമാണെന്ന് ഓർത്ത് ഇങ്ങോട്ട് കയറി വന്ന് അതിൻ്റെ കൂടി നെഗറ്റീവ്. ഹേ ഗായ്സ്, ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നില്ലേ, അതിനൊരു റീസൺ ഉണ്ട്. യെസ്, എൻ്റെ തമ്നെയിൽ തന്നെ. അപ്പം ഞാൻ ആ തമ്നെയിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഇട്ടതല്ല. നമ്മളിന്ന് ആ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ ജർമ്മനിക്ക് വരാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ വരാൻ വേണ്ടി ഇരിക്കുന്നവരാണ്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വരുന്നതിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ടൈലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് പേർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം പേഴ്സണലി മെസ്സേജ് അയക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടും. ആൻഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നമ്മളൊരു പാലിട്ട് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണമെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇൻഫോ ഷെയർ ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കുക. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് നമുക്ക് തുടരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഷുഡ് യു ലേൺ ജർമ്മൻ ബിഫോർ കമ്മിങ്? ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ടല്ല, എന്നാലും കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ ജർമ്മൻ പഠിക്കണോ എന്നുള്ളൊരു കേസ്. പിന്നെ കുറേ പേര് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് ജർമ്മൻ ലാംഗ്വേജിനെ. ഞാൻ പല റീലിലും കണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇല്ല, കുറേ പേരൊക്കെ ഹൗസ് ബിൽഡിങ്ങിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജർമ്മൻ ഭാഷ എന്നുള്ളത് കുറേ പേരൊന്നും പറയാറില്ല ഈസിലി. ഞാൻ പറയാണ്. ആൻഡ് കുറേ ഏജൻസികളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇവരെല്ലാവരും നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഏജൻസി പോവാണ്, ലൈക്ക് ആസ് എ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയില്ല, മക്കളെ മോനെ നിങ്ങൾ B2 കംപ്ലീറ്റ് ചെയ്തിട്ട് വരൂ കേട്ടോ എന്ന് ആരും നിങ്ങളോട് പറയില്ല. അവർ പറയാം, നിങ്ങൾ B1ൻ്റെ മൊഡ്യൂൾസോ അല്ലെങ്കിൽ B2ൻ്റെ മൊഡ്യൂൾസോ ഉണ്ടെങ്കിൽ വന്നേരെ, ഞങ്ങൾക്ക് സീറ്റ് ഉണ്ട്, ഞങ്ങൾ സെറ്റാക്കി തരാമെന്നാണ് പറയുള്ളൂ. ഇനി ഇതിൽ വരാൻ പോകുന്ന നെഗറ്റീവ് സൈഡ്സ് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ തുടങ്ങും, വിച്ച് ഈസ് എന്താ പറയുക, കുറച്ച് ഈസിയാണ് എനിക്ക് സംസാരിച്ച് തീർക്കാൻ. ബേസിക്കലി ഇംഗ്ലീഷിൽ പഠിക്കാൻ വരുന്ന മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് നോക്കി വരുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചില യൂണിയിൽ അവർ പറയും A2 ലെവലൊക്കെ വരെ പഠിച്ചിരിക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പഠിച്ചിരിക്കുക, അതല്ലാണ്ട് അവർക്ക് ജർമ്മൻ്റെ ആവശ്യം വരുന്നില്ല. നേരെ മറിച്ച് ഇൻ കേസ് നിങ്ങളൊരു പാർട്ട് ടൈം ജോബോ എന്തെങ്കിലും നോക്കണം എന്നുണ്ട്, ആൻഡ് നിങ്ങൾ ബെർലിൻ പോലുള്ള ഒരു സിറ്റിയിലോ കാര്യത്തൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഒരു വില്ലേജിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ താമസിക്കാൻ വരുന്നത്, നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ABCD അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ട് വരാൻ ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ വരുന്നവർക്ക് കുറഞ്ഞതൊരു A2 ലെവലെങ്കിലും ഒരു കടയിലൊക്കെ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോൾ ലൈക്ക് എന്തെങ്കിലും നമ്പേഴ്സ് പറയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. എന്തെങ്കിലും ആരെങ്കിലും വന്ന് ഡൗട്ട് ചോദിച്ചാൽ പോലും നമുക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് ജോലി കിട്ടുന്നതിനെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ആ ഒരു കേസിലും ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് പണിയുന്നുണ്ട്, നമ്മൾ ബായ്മാരെന്ന് പറയും. ബായ്മാർ വന്ന് പണിയുമ്പോഴാണെങ്കിലും നമുക്കും ഹിന്ദി അറിയത്തില്ല, അവർക്കും മലയാളം അറിയത്തില്ല. എന്നിട്ട് ഇപ്പം അവർ കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചു, നമ്മളിപ്പോഴും ഹിന്ദി പഠിച്ചിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ. സോ നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് മലയാളം അനിവാര്യമാണ്. കടയിൽ പോകണമെങ്കിൽ അവർക്ക് മലയാളത്തിലും സാധനം പറഞ്ഞു കൊടുക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഹിന്ദി പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടയിലുള്ളവർക്ക് മനസ്സിലാവും എന്നുള്ളത്. അപ്പം അത്രയും നമ്മൾ ഏത് നാട്ടിൽ പോകുന്നോ ആ നാട്ടിലെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വർക്കിനൊക്കെ പോകുന്ന ടൈമിൽ. ആൻഡ് ഇൻ കേസ് ഇപ്പോൾ നമ്മൾ FSJ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ഇതിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മക്കളെ, ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ B2 തന്നെ കഴിഞ്ഞിട്ട് വരാൻ നോക്കുക. കാരണം B2 ഇപ്പോൾ കോഡ് വെച്ച് എഴുതി ഒരു വക സംസാരിക്കാൻ അറിയാൻ പാടാത്ത പിള്ളേരുണ്ട്. അത് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനിവിടെ ആരെയും പേഴ്സണലി എടുത്തൊന്നും പറയുന്നില്ല. ഞാനിവിടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതാണ്, പിള്ളേരായിട്ട് സംസാരിക്കുന്നതാണ്. ആർക്കൊക്കെ എത്ര രീതിയിലുള്ള ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് ക്ലിയർ ആണ്. അതിപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തു കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ ഗതി അറിയാം, അത്ര ആലോചിച്ചാൽ മതി. ആൻഡ് ഹൗസ് ബിൽഡിംഗ് FSJ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ കംപ്ലീറ്റ്ലി ജർമ്മനിൽ സംസാരിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ കംപ്ലീറ്റ് ജർമ്മൻ ആയിരിക്കും. ആരും നിങ്ങളോട് ഇംഗ്ലീഷിലോ ആരും നിങ്ങളോട് മലയാളത്തിലോ സംസാരിക്കാൻ വരത്തില്ല. ഒരു ടീച്ചർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നില്ല, എല്ലാം ജർമ്മനിലായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിൽ തന്നെ ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ. ഒന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കാൻ പറ്റില്ല, ഒന്നും നടക്കത്തില്ല. മലയാളമോ ഹിന്ദിയോ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്കതാണ് പറയാനുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജർമ്മനി
നോക്കുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ, ഒരിക്കലും വൈകിക്കേണ്ട. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ +1 കൂടെ തന്നെ ഞാൻ ലാംഗ്വേജ് പഠിച്ചത്. അല്ലെങ്കിൽ പിന്നെ അതൊരു ലാഗായിട്ട് നിങ്ങൾക്ക് പിന്നീട് തോന്നും, ഇപ്പം തോന്നത്തില്ല. കാരണം എനിക്ക് പലപ്പോഴും മെസ്സേജ് വരുന്നതാണ്. ഇപ്പോൾ പ്രോസസ്സിങ്ങിന് ചെയ്യുന്ന ടൈമിലൊക്കെ പിള്ളേർ മെസ്സേജ് അയക്കുന്ന ഒരു കേസാണ്. ഞാൻ പറയും ഇത്ര ലാഗ് വരും, ഞാൻ ആരുടെ കള്ളം പറയാറൊന്നുമില്ല. ലൈക്ക് ഇത്ര ലാഗ് വരും എന്ന് പറഞ്ഞാൽ അത്ര ലാഗ് വരും. പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് കിട്ടുന്നത് പോലെ ഇരിക്കും, അതും ഒരു ഫാക്റ്റാണ്. ഓക്കെ, ആൻഡ് അല്ലാണ്ട് ഞാൻ ഒരിക്കലും 3 മാസം 4 മാസം ഒന്നും ആരുടെ പറയാറില്ല. അപ്പം ഇത്ര ഒരു ലാഗ് പറയുമ്പോൾ ഒരു 1 or 2 year ലാഗൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ എടുത്ത് വായിക്ക് പറയുന്ന കേസാ, അയ്യോ ഇപ്പം തന്നെ എൻ്റെ ഒരു 2 വർഷം പോയി ലാംഗ്വേജ് പഠിച്ച്, ഇനി ഇത്രയും നാളെടുക്കുമോ? ലാംഗ്വേജ് പഠിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ വർഷം പോകുന്നത്? എനിക്കിപ്പോഴും മനസ്സിലായില്ല. നിങ്ങൾ +2 വരെ പഠിച്ച് നിങ്ങളുടെ വർഷം പോയോ? ഇല്ല, നിങ്ങളതൊരു എഡ്യൂക്കേഷനാണ് എടുത്തത്. ആ എഡ്യൂക്കേഷൻ തന്നെയാണ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാനും എടുക്കുന്നത്, ലൈക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എടുക്കുന്നത്. അത് പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സമയം വേണം. അതല്ലാണ്ട് അത് പഠിച്ചു എന്ന് പറഞ്ഞൊന്നും നാളെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് പഠിക്കാനും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം ഉണ്ടാവും. സോ ലാംഗ്വേജ് പഠിക്കാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്തു, നേരത്തെ തന്നെ നിങ്ങൾ പോയി പഠിച്ചു. അതുപോലെ കുറേ കമൻറ്റ് വരും, എവിടെയാണ് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, കേരളത്തിൽ ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ലാംഗ്വേജ് പഠിക്കാൻ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ജർമ്മനിയിലാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. ഞാൻ നാട്ടിൽ എൻ്റെ ഫാമിലി വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നാട്ടിലേക്ക് വന്നത്. ഞാൻ ഒരിക്കലും ലൈക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് തപ്പി നടക്കാൻ പോയിട്ടില്ല. ഞാൻ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു പഠിച്ചത്. ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട് മുമ്പിലത്തെ ഉള്ള വീഡിയോയിലൊക്കെ. അവിടുന്ന് ഞാൻ പേഴ്സണൽ റീസൺസ് കൊണ്ട് ക്വിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ പഠിപ്പിച്ച മിസ്സോ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, അവരൊക്കെ ഇപ്പോൾ ഓൾറെഡി ജർമ്മനിയിലുണ്ട്. അത് കഴിഞ്ഞ് എന്നെ അവിടെ പഠിപ്പിച്ച ഒരു മിസ്സിൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി ലൈക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, ഓൺലൈൻ ട്യൂഷൻ ഉണ്ടല്ലോ, അങ്ങനെ എടുക്കുകയായിരുന്നു ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും. ഞങ്ങൾക്ക് B1 B2 പുള്ളിക്കാർ 1.5 മാസമോ 2 മാസം കൊണ്ടും കണ്ട് തീർത്ത് തരുക ചെയ്തത്. ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചല്ല എൻ്റെ B2 ക്ലിയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ വേണേൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലാണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനോ നല്ല ടീച്ചേഴ്സോ അങ്ങനെയൊന്നും തപ്പിപ്പോയിട്ട് കാര്യമില്ല. പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എവിടെ നിന്നാലും പഠിക്കും. സോ എനിക്കതാ പറയുള്ളൂ. അല്ലേ പിന്നെ നിങ്ങൾ വലിയ ഗോയ്ത്തിയിലും പോകണം. കാരണം ഞങ്ങളിവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ടു ഗോ ഗോയ്ത്തെ. കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, അവിടെ പോയിക്കും. അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗസ് ബിൽഡിങ് ശരിക്കും നമുക്ക് വേർത്താണോ? ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യുന്നത് വേർത്താണോ? കാരണം ചില പിള്ളേർ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ഹൗസ് ബിൽഡിങ്ങിന് വന്ന ശേഷം റിഗ്രറ്റ് അടിക്കുന്ന ഇപ്പം 100 പിള്ളേർ കയറി വരുവാന്നിരിക്കട്ടെ, അതിലൊരു കുറഞ്ഞതൊരു 20-30 പിള്ളേർ റിഗ്രറ്റ് അടിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് വരാറുണ്ട്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്തിൻ്റെ പേരിലൊക്കെയാണെന്ന് അറിയട്ടെ. ഒന്ന് സാലറി, സ്റ്റൈപ്പൻഡിൻ്റെ പേരിൽ റിഗ്രറ്റ് അടിക്കുന്നവരുണ്ട്. ജർമ്മൻ ഭാഷ പറ്റില്ല എന്ന് പറഞ്ഞ് റിഗ്രറ്റ് അടിക്കുന്നവരുണ്ട്. വർക്ക് ലോഡ് കൂടുതലാണെന്ന് പറഞ്ഞ് റിഗ്രറ്റ് അടിക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ളവരുടെ അടുത്തൊരു കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ വരാൻ വേണ്ടിയിരിക്കുന്നവരുടെ അടുത്ത് കാര്യം ചോദിക്കാം. നിങ്ങൾ എന്താണ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ജർമ്മനി വന്നിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് ഓക്കെ ആ ചേച്ചിയൊക്കെ നല്ല ജീവിതത്തിലാണ്, ആ ചേച്ചിക്ക് പൈസയുണ്ട്, ആ ചേച്ചി ഐഫോൺ വാങ്ങി, അതുകൊണ്ട് ഞാനും പോവാണ്, എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ടാണോ നിങ്ങൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യാൻ വരുന്നത്? ഒരിക്കലും നിങ്ങൾ കുഴിയിലേക്ക് കാലെടുത്ത് വെക്കരുത് എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യലി കാണിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പ്രൈവറ്റ് ലൈഫും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പോലും അവരുടെ സ്വന്തം ലൈഫ് അത്ര ഓപ്പൺ ആയിട്ട് കാണിക്കും എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒളിച്ചു വെക്കാനുണ്ടാവും. ലൈക്ക് അത്ര ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നവരുണ്ടാവും. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും പ്ലസ് കിട്ടിയാലോ നെഗറ്റീവ് കിട്ടിയാലോ ഒക്കെ പറയുന്ന സോഷ്യൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരു മൈന്യൂട്ട് കാര്യം പോലും മിക്സ് ചെയ്യാണ്ട് കാണിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയോ അതെനിക്ക് ചിലപ്പോൾ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തിനും ആയിരിക്കാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതൊന്നും കണ്ട് എൻ്റെ പൊന്നു മക്കളെ നിങ്ങളോട് ചാടിക്കയറി വരരുത്. ഇതൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നല്ല കഷ്ടപ്പാടുണ്ടാവും. ഞാനൊക്കെ ഇപ്പം എൻ്റെ അത്രയും ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷെയർ ചെയ്യും. ഞാനത് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ. അത് നടന്നു കഴിയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഞാനത് ഷെയർ ചെയ്യും. അതിന് മുന്നേ ഷെയർ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കറിയത്തില്ല അത് നടക്കുമോ ഇല്ലോ എന്നുള്ളത്. നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ അതിനൊരു ടൈം ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് അതെങ്ങനെയാണെന്ന് അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് കയറി വരിക. ചുമ്മാ ഇവിടെ വന്ന് ഓക്കെ പൈസ ഉണ്ടാക്കാം, ദൂർത്തടിക്കാം, വീട്ടിൽ ഫ്രീഡം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഫ്രീഡം കിട്ടും, ലൈക്ക് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കാം, ഇതൊക്കെയാണ് നിങ്ങൾ പ്ലസ് സൈഡായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഐ ആം ഫീലിംഗ് സോ ഗിൽറ്റി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം
ഇതൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത്, ഇതൊന്നും അല്ല. നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്ന പിള്ളേർ അത്ര ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഇവിടെ വന്ന് എന്തും ചെയ്യാമെന്നുള്ള മനക്കട്ടിയുള്ള പിള്ളേരാണെങ്കിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് വരുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നത് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ നിലനിൽപ്പിന് ഹൗസ് ബിൽഡിംഗ് എടുക്കേണ്ടത് ചിലപ്പോൾ അനിവാര്യമായിരുന്നിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നന്ദു നിങ്ങൾ കണ്ടു, നന്ദു നാട്ടിലേക്ക് തിരിച്ചു പോയി. നന്ദുവിന് ചിലപ്പോൾ ഹൗസ് ബിൽഡിംഗ് എടുക്കേണ്ടത് അനിവാര്യമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനോട് ചോദിക്കുക എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. ഞാൻ തന്നെ 2-3 വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സിനെ നോക്കാം, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാം, എന്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് മാത്രമാണ് ഞങ്ങൾക്കും ഗൂഗിളിൽ നിന്ന് കിട്ടാറുള്ളൂ. എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്ന പിള്ളേർ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ലൈക്ക് എല്ലാ ഇതും നമ്മൾ സഹിക്കാൻ പറ്റണം. എനിക്കിപ്പോൾ 21 വയസ്സുള്ളൂ. ഞാൻ സീരിയസ്ലി പറയാണ്, ഞാനൊക്കെ ഇപ്പം സഹിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഞാൻ കടന്നുപോയി, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ബേൺ ഔട്ട് സിറ്റുവേഷൻ ഞാൻ കടന്നുപോയി. നമുക്കിവിടെ മറ്റൊരു വ്യക്തിയില്ല, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മറ്റൊരാളില്ല. എനിക്ക് പേഴ്സണലി ഞാൻ പറയണം, ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഓർത്തിട്ടില്ല. ഒരു റൂമിൽ നിന്ന് തനിയെ വെളിയിലിറങ്ങാൻ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. 21 വയസ്സ് എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു പ്രായം തന്നെയാണ്. ഇപ്പം ചിലപ്പോൾ 15 വയസ്സിൽ കാണുന്ന പിള്ളേർക്ക് 21 വയസ്സെന്ന് പറയുമ്പോൾ ഒരു ചേച്ചിയായിരിക്കും. പക്ഷെ നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടാവുക. എൻ്റെ പ്രായത്തിൽ വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. 21 വയസ്സെന്ന് പറയുന്നത് പേരൻസിൻ്റെ ഒരു പേരൻസിൻ്റെ ചിറകിൽ ഇപ്പോഴും എനിക്ക് കൊതിയുണ്ട് പേരൻസിൻ്റെ കൂടെ നിൽക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ നോക്കിയിട്ട് മാത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വരാം. അതല്ലാണ്ട് ഒരു അടിച്ചുപൊളി ജീവിതമൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നടക്കാണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അതിൽ വലിയ പ്രാന്ത് പിടിക്കും. നടക്കുന്ന പിള്ളേരുണ്ട്, നിങ്ങൾക്ക് നടത്തിയെടുക്കാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഒരു സൈഡിലല്ല പറഞ്ഞു പോകുന്നത്. കംപ്ലീറ്റ് പോസിറ്റിവിറ്റി പ്രതീക്ഷിച്ച് വന്ന് ഇവിടെ നിന്ന് കംപ്ലീറ്റ് നെഗറ്റീവ് സൈഡാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പല പിള്ളേരുടെ ഒരു ഒപ്പീനിയനിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കേസ് അതാണ്. സോ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വരിക. ഒരിക്കലും ഒത്തിരി ഹൈപ്പ് കൊടുത്ത് വരാണ്ടിരിക്കുക. അല്ലാണ്ട് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായ കോഴ്സല്ല, അല്ലെങ്കിൽ ഒരു തെറ്റായ ദിശയിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കൊണ്ടുപോകത്തില്ല. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് ഇവിടെ ലോങ് ടേം വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വൈറ്റർ ബിൽഡിംഗ് ചെയ്ത് പിന്നെ ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കൊക്കെ മൂവ് ചെയ്യാം. അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് UK പോകുമ്പോഴൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കി വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കുറേ വരുന്ന മെസ്സേജസ് ആണ് ഈ നെഗറ്റീവ് റീൽസ്. അത് നിങ്ങൾ മാത്രമല്ല, ഞാനും കാണാറുണ്ട് ഈ നെഗറ്റീവ് റീൽസ്. ഞാൻ പലപ്പോഴും ഇവിടെ നന്ദു ഒക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ നന്ദുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു, ഇവരെന്തിനാണ് ഇങ്ങനെ ഇത്രയും നെഗറ്റിവിറ്റി പറഞ്ഞു പരത്തുന്നത്. ബേസിക്കലി ഞാനും നന്ദു ഇവിടെ ഹൗസ് ബിൽഡിംഗ് അവൻ പഠിച്ചുകൊണ്ടിരുന്നതും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻറ്റുമാണ്. എനിക്കിവിടെ വേറെ മലയാളീസായിട്ട് കമ്പനിയില്ല. ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ വീടിൻ്റെ അടുത്തോ ചുറ്റുഭാഗത്ത് ആരും എനിക്ക് മലയാളീസായിട്ട് കമ്പനിയില്ല. ആൻഡ് എനിക്കുള്ള ആകെ 2 ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ടുള്ളത് എൻ്റെ 2 ജർമ്മൻ ഫ്രണ്ട്സ് ആണ്. ജർമ്മൻ നേറ്റീവ് ഫ്രണ്ട്സ് ആണ് എനിക്കിവിടെ ഉള്ളത്. ആൻഡ് സ്കൂളിലും ഞാൻ എല്ലാവരുമായിട്ട് കമ്പനിയാണ്, എല്ലാവരുമായിട്ട് ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ജർമ്മൻ ഇത്ര പാടാ, നിങ്ങൾ ഇത് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വരുന്ന റീൽസ് ഉണ്ടല്ലോ. വൈ, എന്തിനാണ് അവർ ഈ നെഗറ്റീവ് ഇത്രയും പറഞ്ഞ് പരത്തുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഓഫ് കോഴ്സ് അത് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു സൈഡാണ്. ലൈക്ക് ഇപ്പോൾ സാനിയപ്പൻ പറഞ്ഞ പോലെ തന്നെ സാനിയപ്പന് റേസിസം ഫീൽ ചെയ്തു, അല്ലെങ്കിൽ കിട്ടി UK നിന്നെന്ന് പറഞ്ഞു. അത് മറ്റുള്ളവർക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു ആണ്. പക്ഷേ അത് കേട്ട് എന്താ പറയുക, സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന, അല്ലെങ്കിൽ സ്ട്രെസ്സിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും ഒരിക്കലും സത്യമല്ല. എല്ലാം എന്നല്ല, കുറച്ച് കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സത്യമല്ല. അവർക്ക് വ്യൂസും ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു നെഗറ്റീവ് കോണ്ടന്റ് ഇടുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, ഗൈസ് നിങ്ങൾ ജർമ്മനി നോക്കണ്ട, ജർമ്മനി നിർത്തി, 2026 ഹൗസ് ബിൽഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാലോ, അതുണ്ടല്ലോ ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വീഡിയോ തന്നെ ആയിരിക്കും. ജർമ്മനി നോക്കുന്ന ട്രെൻഡിങ്ങിലൊന്നും വരുന്നത് ഞാൻ പറയുന്നില്ല, എങ്കിലും ജർമ്മനി നോക്കുന്ന ഒരു ഭൂരിഭാഗം പിള്ളേരും, ഒരു 95% പിള്ളേരെങ്കിലും വീഡിയോ എടുത്ത് കാണും. കാരണം 2026 ഹൗസ് ബിൽഡിംഗ് നിർത്തുമോ?
എന്നുള്ളൊരിത് വന്നു കഴിയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അവർ വീഡിയോ എടുത്ത് കാണും. ഞാൻ വേണമെങ്കിൽ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തരാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ എൻ്റെ ഇതിൽ കൊണ്ടുപോയിടാം. അപ്പോൾ ഇത് കേൾക്കുന്നോടം വരെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ പിള്ളേർ ഇത് കൊണ്ടുപോകും. അതെനിക്കറിയാൻ പറ്റും കേട്ടോ. എൻ്റെ YT സ്റ്റുഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേ നെഗറ്റീവ് ക്രിയേറ്റേഴ്സ് ഇടുന്ന വീഡിയോസ് ഉണ്ടാവും, കോണ്ടന്റ്സ് ഉണ്ടാവും. അതൊന്നും സത്യമല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് സൈഡ് പറഞ്ഞിട്ടില്ല. ഞാൻ ആ കൂടെ പറഞ്ഞിട്ടുള്ളത് ഔപ്പേറിൻ്റെ കേസിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില സൈഡിൽ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്, ചില സൈഡിൽ നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ട്. എനിക്ക് എപ്പോഴും വരുന്നത് നെഗറ്റീവ്സ് മാത്രമാണ്. അത് 3-4 വീടൊക്കെ മാറി നടന്ന പിള്ളേർ എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ പെട്ടുപോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ തരുന്നതാണ്. ആൻഡ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ ജർമ്മൻ്റെ കേസിൽ ജർമ്മൻ ലാംഗ്വേജ് ബേസ് ചെയ്ത് ഈ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കോണ്ടന്റ് ഇടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അപ്പോൾ അത് കേട്ട് സ്ട്രെസ്ഡ് ആവുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മനി എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് എനിക്ക് ജർമ്മൻ പറ്റില്ല, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് വാശി പിടിച്ച് ഇവിടെ ആരും നിങ്ങൾക്ക് വേണ്ടി നിയമമൊന്നും മാറ്റി തരത്തില്ല. സോ നിങ്ങൾ മുന്നേ പ്രിപ്പയർ ആവുക. ഓഫ് കോഴ്സ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജർമ്മൻ സംസാരിക്കേണ്ടവരും ഇവിടെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടവരെന്ന് ഓർത്തിട്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരാം. അല്ലാണ്ട് ഇവിടെ എന്തോ സ്വർഗ്ഗവാസം ആണെന്ന് ഓർത്ത് ഇങ്ങോട്ട് കയറി വന്ന് അതിൻ്റെ കൂടെ ഈ നെഗറ്റീവ് കമൻസ്, ലൈക്ക് ഓഫ് കോഴ്സ് ഈ നെഗറ്റീവ് കോണ്ടന്റ് ഇടുന്ന പലർക്കും പല ചിന്തകളോടുകൂടി ഇങ്ങോട്ട് വന്നവരായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റാത്തവരായിരിക്കാം, ജർമ്മൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. അവരായിരിക്കും ഈ കോണ്ടന്റ് ഇടുന്നത്. ഞാനിവിടെ ബേസിക്കലി ഞാനൊരു ഇന്ത്യനാണ്. ഞാനിവിടെ വന്നിട്ട് 2-2.5 കൊല്ലം ആവുന്നു, 2 കാലമായിട്ടുണ്ടാവുള്ളൂ. ഇത്ര നാളായിട്ടുള്ളൂ. എൻ്റെ 19ാമത്തെ വയസ്സിലൂടെ വന്നാണ് B2 കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് ചാടി വന്നതാണ്. ഓക്കെ, എനിക്ക് വന്നപ്പം ജർമ്മൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വേർഡ്സൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കൂടിപ്പോയ 500 വാക്കൊക്കെ സംസാരിക്കുമായിരിക്കും. എനിക്കറിയത്തില്ല. അതിൽ കൂടുതൽ ഞാൻ മിണ്ടത്തില്ല. എനിക്ക് പല വാക്കുകളും അറിയത്തില്ല. പക്ഷേ എൻ്റെ ജർമ്മൻ ഫ്ലുവൻ്റ് ആണ്. ടീച്ചർമാർക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എഴുതി വെച്ച ഐനസ് കിട്ടാറുണ്ട്. അത്രയും നോക്കിയാൽ മതി. നിങ്ങൾക്കും പറ്റുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റായിക്കൊന്നുമില്ല. എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല? അവരെന്തുകൊണ്ട് അത് നെഗറ്റീവ് സൈഡായിട്ട് ഇടുന്നു? വരാൻ പോകുന്ന പിള്ളേർക്ക് അത് ഡീമോട്ടിവേഷനാണ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയണത്, നിങ്ങളെ കൊണ്ട് പഠിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല ലോകത്ത്. നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റിലേക്ക് ക്വിറ്റ് ചെയ്ത് വേറെ പണിക്ക് പോവുക. അതല്ലാണ്ട് എന്താ പറയുക, വരാൻ പോകുന്ന പിള്ളേർക്ക് നെഗറ്റീവ് റെസ്പോൺസ് കൊടുത്തിട്ട് പഠിക്കുന്ന പിള്ളേർ പോലും ഇത് ക്വിറ്റ് ചെയ്തിട്ട് പോകും. അയ്യോ പാടായിരിക്കുമോ ഇവരൊക്കെ ഇങ്ങനെ പറയുകയാണല്ലോ എന്നുള്ളത്. അപ്പം ഏറ്റവും ബെറ്റർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് നെഗറ്റീവ് സൈഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഡു റിസർച്ച്. നിങ്ങൾക്ക് ഫോണുണ്ട്, നെറ്റുണ്ട്, ഗൂഗിളുണ്ട്, റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇഷ്ടം പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാവർക്കും മെസ്സേജ് അയക്കുക. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഒരിക്കലും ഞാൻ നെഗറ്റീവ് സൈഡ് പറഞ്ഞ് ഒഴിവാക്കി വിടാറില്ല കേട്ടോ. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയും ഏതാണ് എങ്ങനെയാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ കിട്ടാവുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, മെസ്സേജ് ചോദിക്കാം. റിപ്ലൈ തരുന്നവർ തരും, അല്ലാത്തവർ തരില്ല. സോ ബെറ്റർ ഇവിടെ വന്ന് പോസിറ്റീവ് സൈഡ് പറഞ്ഞവരുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് പറയുന്നവരോട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ചോദിക്കുക. ഇപ്പം നന്ദു ആണെന്നുണ്ടെങ്കിലും പോയപ്പോൾ നന്ദു ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചവൻ്റെ അടുത്ത് അവൻ എന്താ ബുദ്ധിമുട്ടെന്നുള്ളത്. അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല ജർമ്മൻ പാടായിട്ടാണ് അവൻ പോകുന്നതെന്നുള്ളത്. അവൻ ഈ ഫീൽഡ് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അവനിവിടെ പഠിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടും അവൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ റീസൺസ് ഉണ്ട്. അത് ഞാൻ ഒരിക്കലും യൂട്യൂബിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം അത് അവൻ്റെ പേഴ്സണൽ റീസൺസ് ആണ്. അവൻ അതെൻ്റെ അടുത്ത് ഷെയർ ചെയ്തു എന്നും പറഞ്ഞ് എനിക്കത് യൂട്യൂബിൽ പറയാൻ പറ്റില്ല. മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് നന്ദുവിന് ജർമ്മൻ ലാംഗ്വേജ് പാടായിട്ടല്ല നന്ദു പോയത്. ഇപ്പോഴും നന്ദു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് വേണ്ടി എടുത്ത് തരാറുണ്ട്. അവന് ജർമ്മൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണല്ലോ അവൻ ജർമ്മൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കുന്നത്. സ്മോൾ ടോക്സ് അവൻ ചെയ്യാറുണ്ട്. കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തു പോകുന്നത്. സോ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, നെഗറ്റീവ് കമൻറ്റ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുന്നു, കാണുന്നതൊന്നും അല്ലെങ്കിൽ എല്ലാം സത്യമാണമെന്നില്ല. ഓക്കെ, അത് മൈൻഡിൽ വെച്ചേക്കുക. അപ്പം ഇനിയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട സൈഡ് വന്നിട്ടുള്ളത്. നിങ്ങൾ ജർമ്മനിക്ക് വരണോ വേണ്ടയോ? വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ താല്പര്യമുള്ളവരാണോ എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ജർമ്മനിൽ ഫ്ലുവൻ്റ് ആവണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നാട്ടിൽ നിന്ന് ആരും ഫ്ലുവൻസി കിട്ടിയൊന്നും ഇങ്ങോട്ട് വരാറില്ല, കുറവായിരിക്കും. നിങ്ങളിവിടെ വന്നിട്ട് പഠിക്കാൻ കഷ്ടപ്പെട്ട് പഠിക്കാനും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ ഡിപ്രസ്ഡ് ആവാനും സ്ട്രെസ്സിലേക്ക് വരാനും ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നോക്കി വരുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് വെൽക്കം ടു ജർമ്മനി. അല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ലാലാലാല പടി നടക്കാനും ഹൗസ് ബിൽഡിംഗ് പഠിക്കാനും താല്പര്യമില്ല, ജർമ്മനും ഒട്ടും അറിയാമോ, ഒട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മര്യാദ ഒരു ഫോഴ്സിലും ചെയ്യാൻ പോലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യില്ല ജർമ്മനിക്ക്. ഞാനെന്നല്ല, നിങ്ങൾ വരാണ്ടിരിക്കാൻ തന്നെ നല്ലത്. കാരണം ഇവിടെ വന്നിട്ട് ചുമ്മാ ജർമ്മനി കൊള്ളില്ല, അവിടെ കൊള്ളില്ല, സ്കൂള് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് സൈഡ് പറഞ്ഞ് പരത്തി മറ്റുള്ള പിള്ളേരെയും കൂടെ ബുദ്ധിമുട്ടിലാക്കേണ്ട ഒരു കാര്യം ഇല്ല. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ തന്നെ വരാണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് നോക്കണം.
പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാനുള്ളവരാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ലാംഗ്വേജ് പഠിക്കുക, പിന്നെ മറ്റുള്ളവർ പറയുന്നത് ഒരിക്കലും കേൾക്കാണ്ടിരിക്കുക. അപ്പോൾ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എടുക്കുക, നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് അന്വേഷിക്കുന്നതിന് പാടില്ല. ഇപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ റിപ്ലൈ തരാനോ എന്തെങ്കിലും ഞാൻ ശ്രമിക്കും. കുറേ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് സമയം കിട്ടാറില്ല മെയിനായിട്ട്, അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ രാത്രി ഞാനിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ഒപ്പീനിയനിൽ ജർമ്മനി എന്ന് പറയുന്നത് 2025 ഇനി അങ്ങോട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഭാവിയിലേക്ക് എങ്ങനെയാണ് വരാമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ പറയാണ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കറൻ്റ്ലി ജർമ്മനി ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും. ലൈക്ക് ഞാനൊരു 21 ഇയർ ആയിട്ടുള്ളൊരു ഗേളാണ്. എനിക്കിപ്പോൾ എൻ്റേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളീ കാണും പോലെ ലൈക്ക് പാറി പറന്ന് നടക്കുന്ന ജീവിതം നോക്കാത്തത്. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും വെക്കേഷൻസിന് ട്രാവൽ ചെയ്യാത്തതോ അങ്ങനെ. ഇപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് എൻ്റേതായിട്ടുള്ള റീസൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യാത്തത്. ഞാനിവിടെ ഹൗസ് ബിൽഡിംഗ് മാത്രം പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല, ഞാനത് കൂടാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്കതെല്ലാം എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ഇപ്പോൾ സ്കൂളിൽ തന്നെ ഇരിക്കുമ്പോൾ പല കോളും പല മെസ്സേജസും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്. നമുക്ക് ട്രാവലൊന്നും മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറൻ്റ്ലി അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ വരാതിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു 6 ലക്ഷം രൂപ മുടക്കി ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് 6 ലക്ഷം രൂപയൊക്കെ സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. വീട്ടുകാരെ സേഫ് ആക്കാം, നിങ്ങൾക്ക് സേഫ് ആവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് പണിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. പക്ഷേ അതെല്ലാം ടൈം എടുക്കും. വന്ന ഉടനെ നാളെ തന്നെ ഒന്നും നടക്കത്തില്ല, സമയം എടുക്കും. നിങ്ങൾക്ക് ആ ഒരു 3 ഇയർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒത്തിരി പൈസ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വിചാരിച്ചത് പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ സ്കിൻ കെയർ ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഒക്കെ പേരൻസിൻ്റെ ഹെൽപ്പിലാണ്ട് വാങ്ങുക. ഇപ്പോൾ ഞാനൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനിയന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, ഉമ്മച്ചിക്കൊക്കെ പെരുന്നാളിന് പൈസ കൊടുക്കുക. നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ അവർക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയോ. അപ്പോൾ എൻ്റെ അനിയന് ഇപ്പോൾ ഒരു 500 വേണമെന്നുണ്ടെങ്കിൽ അവൻ മെസ്സേജ് അയക്കും, പെണ്ണെ ഒരു 500 എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. നമുക്കപ്പം കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇവിടെ വന്നേമ്പോഴത്തേക്കും. ലൈക്ക് ഇപ്പോൾ നമുക്ക് പേഴ്സണലി അത്രയും പൈസ കിട്ടുന്നുണ്ട്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കാൻ കെൽപ്പുള്ള ആൾക്കാരായിട്ട് മാറി, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. മറ്റുള്ള നെഗറ്റീവ് സൈഡ്സ് കേൾക്കാണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് സൈഡ് നോക്കുക. പിന്നെ വരാൻ ടൈം എടുക്കും, ഓഫ് കോഴ്സ് അതിപ്പോൾ നമുക്ക് ഡിപ്പെൻഡാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ അതിലൊന്നും ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നമുക്ക് തുടർന്ന് വീഡിയോ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് 2 weeks വെക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ.